മലപ്പുറം കാളികാവിലെ നരഭോജിക്കടുവ കൂട്ടിൽ കുടുങ്ങി. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, നരഭോജിക്കടുവയാണ്. നേരത്തെ തന്നെ ഈ ഗഫൂറിനെ കൊലപ്പെടുത്തിയതിനു ശേഷവും ഈ കടുവയുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്നുള്ള പരാതി നാട്ടുകാർ പറഞ്ഞിരുന്നു. വനവകുപ്പിന്റെ ക്യാമറയിൽ അതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പതിയുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴെന്തായാലും കടുവ കൂട്ടിലായിട്ടുണ്ട്. ആ മേഖലയിലുള്ളവർക്ക് ആശ്വാസം. എന്ത് നടപടികളാണ് ഇനി വനംവകുപ്പ് തുടർന്ന് സ്വീകരിക്കുക? വിപിൻ. രജിത്ത്, 2 മാസമായി നാട്ടുകാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ വനം വകുപ്പിനെ കുഴക്കിയ കടുവ കൂട്ടിലായിരിക്കുന്നു. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിലെ അവിടെ വെച്ച് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയിരിക്കുന്നത്. നേരത്തെ അടയ്ക്കാക്കുണ്ടിൽ വെച്ചായിരുന്നു. അടയ്ക്കാക്കുണ്ടിലെ അവിടുത്തെ എസ്റ്റേറ്റിൽ വെച്ചിട്ടായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയത്. രാവിലെ ടാപ്പിങ്ങിന് പോയതായിരുന്നു. രാവിലെ 6:30 കടുവ ദേഹത്തേക്ക് ചാടി വീഴുകയും വലിച്ചു കൊണ്ടുപോയി ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഭക്ഷിക്കുന്ന അത്രയും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം ഈ കടുവയെ പിടികൂടണമെന്ന് വലിയ രീതിയിലുള്ള മുറവിളികൾ ഈ പ്രദേശത്തുനിന്നുണ്ടായിരുന്നു. കാരണം ഈ കരുവാരക്കുണ്ട് ഭാഗത്ത് അത്രത്തോളം ഒരു കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യമുള്ളതാണ്. അതിൻ്റെ ഒരു ഭീതി നാട്ടുകാർക്ക് എപ്പോഴും ഉള്ളതായിരുന്നു. വനംവകുപ്പ് 2 ടീമുകളായി തിരിച്ച് അന്ന് മുതൽ ഏകദേശം 2 മാസത്തോളമായി ഈ കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. എല്ലാ ഭാഗത്തും ഏകദേശം 50ഓളം ക്യാമറകൾ ഈ ഒരു കരുവാരക്കുണ്ട് ഭാഗത്തെ റബ്ബർ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളിലൊക്കെ പലതവണ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞുവെന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ മാത്രം കഴിഞ്ഞിരുന്നില്ല. ഇവിടെ അവർ 5 കൂടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ പ്രദേശത്തടക്കം കൂടുകൾ സ്ഥാപിച്ചു എന്നുണ്ടെങ്കിലും കടുവ ആ കൂട്ടിലൊന്നും അകപ്പെടാതെ ഈ ഒരു ഭാഗത്തൊക്കെ വിഹരിച്ച് നടക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. പല ഭാഗങ്ങളിൽ വെച്ച് നാട്ടുകാർ ഈ കടുവയെ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴും കടുവ ഈ വനം വകുപ്പിൽ നിന്ന് അകലം പാലിച്ചു. വനം വകുപ്പിന് പിടികൂടാനോ മറ്റ് വെടിവെക്കുന്നതിനൊക്കെ ഒന്നിനും സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കടുവയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരാഴ്ച മുൻപാണ് ഈ കടുവ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേരെ ചാടി വീണത്. ഇതിൽ ഈ ദൗത്യ സംഘം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് കടുവയ്ക്ക് നേരെ വെടിവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഓടിപ്പോയ കടുവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെന്നുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരടക്കം വകുപ്പിന്റെ കേന്ദ്രീകരിച്ച് കുങ്കിയാനകളൊക്കെ കൊണ്ടുവന്ന് കടുവയെ പിടികൂടാൻ ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയെന്നുണ്ടെങ്കിലും ഇതൊക്കെ വിജയിക്കാതെ പോവുകയായിരുന്നു. ഇപ്പോഴിതാ 2 മാസങ്ങൾക്ക് ശേഷം നരഭോജി കടുവ ഇതേ പ്രദേശത്ത് ഒരു സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിട്ടുള്ള കൂട്ടിലായ സ്ഥിതിക്ക് ഇനി വനംവകുപ്പ് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എങ്ങനെയാണ് വിപിൻ? ഈ കടുവയെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ സൈലന്റ് വാലിയോട് ചേർന്ന് ഇതിനെ തുറന്നു വിടരുത് എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ കടുവയുടെ ആരോഗ്യം പരിശോധിക്കുക എന്നുള്ളതായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യുക. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ. ആദ്യം ഇതിനെ സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പിലേക്കായിരിക്കും മാറ്റുക. അതിനുശേഷമാണ് എപ്പോൾ തുറന്നു വിടണം, ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചാണ് അതിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ DFO മായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചുള്ള വെടി ഈ കടുവയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റിരുന്നു. അപ്പോൾ ഇതൊക്കെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. കടുവ, ആ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായി.